സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാറ്റഡമി. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നാറ്റഡമിയുടെ കൂടെ തന്നെയാണല്ലേ. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് മന്താണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ NIOS ഫിസിക്സിനകത്തുള്ള ആദ്യത്തെ കുറച്ച് പാഠഭാഗങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്, നമ്മുടെ ഫിസിക്സിൽ നമുക്ക് പബ്ലിക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും, മിക്ക ചാപ്റ്റേഴ്സിലെയും ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അന്ന് നമ്മൾ നോക്കിയ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കാരണം ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം, എന്നാലേ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാ സമയത്തും എല്ലാ പോയിന്റും വളരെ ശ്രദ്ധയോടുകൂടി നോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫിസിക്സിൽ നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ തേർഡ് ചാപ്റ്റർ ദ ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എ ബോൾ ഓഫ് മാസ് സ്ട്രൈക്ക് എ റിജിഡ് വാൾ വിത്ത് എ സ്പീഡ് യു. ഒരു ബോള് യു സ്പീഡിൽ ഒരു വാളിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യാണ്, എന്നിട്ട് റിബൗണ്ട് ബാക്ക് വിത്ത് സെയിം സ്പീഡ്, തിരിച്ച് എന്ത് ചെയ്യാണ്, സെയിം സ്പീഡിൽ തന്നെ റീബൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇമ്പാർട്ട് ചെയ്ത ഇമ്പൾസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇമ്പാർട്ടഡ് ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് മൊമെൻറ്റം ആണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പൾസിന് എന്തിന് ഈക്വൽ ആണ്? ഡെൽറ്റ പീക്ക് അല്ലെങ്കിൽ ചേഞ്ചിങ് മൊമെൻറ്റത്തിന് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അവിടെ ഉണ്ടായ ചേഞ്ചിങ് മൊമെൻറ്റം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും? ഇനീഷ്യൽ ബോളിന്റെ മാസ് എന്താണ്? എം ആണല്ലേ. എം ആണ് ബോളിന്റെ മാസ്. ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? യു ആണെന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ മൊമെന്റ് എന്തായിരിക്കും? എം യു ആയിരിക്കും ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത്. പി ഐ എന്ന് പറയുന്നത് എം യു ആയിരിക്കും. ഇവിടെ പി എഫ് അല്ലെങ്കിൽ ഫൈനൽ മൊമെന്റ് എന്താണ്? മാസ് സെയിം ആണ്, വെലോസിറ്റി എന്താണ്? സെയിം ആണ് അല്ലേ. സെയിം സ്പീഡിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. ദെർഫോർ പി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പി എഫ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എം യു ആയിരിക്കും. അവിടെ മൈനസ് വരാനുള്ള കാരണം എന്താണ്? നേരെ തിരിച്ചാണ് അല്ലേ, ഡയറക്ഷൻ ചേഞ്ച് ആയി, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് ഓഫ് എം യു എന്ന് പറയുന്നത്. ഇനി ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇനീഷ്യൽ മൈനസ് പി ഫൈനൽ ആണ്. ഓക്കെ, അപ്പം എന്തായിരിക്കും നമ്മുടെ ആൻസർ? പി ഇനീഷ്യൽ എന്ന് പറയുന്നത് എം യു ആണ്, പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ആണ് നമ്മുടെ ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് പി ഫൈനൽ എന്ന് പറയുന്നത് മൈനസ് എം യു, മൈനസ് പി ഇനീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? എം യു ആണ്. മൈനസ് എം യു എന്തായി? മൈനസ് 2mu ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ചിങ് മൊമെന്റ് എന്താണ്? -2mu ആണ് നമ്മുടെ ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓപ്ഷൻ ഏതായിരിക്കും? 2mu ഉണ്ട്, 0 ഉണ്ട്, mu ഉണ്ട്, -2mu ഉണ്ട്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടുപിടിച്ച സമയത്ത് mu ആയിരുന്നു നമ്മൾ കൊടുത്തത് അല്ലേ. mu അത് പോസിറ്റീവ്, ആ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന ഡയറക്ഷൻ എന്തായിരിക്കണം? നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ പി ഫൈനൽ എന്ന് പറയുന്നത് -mu ആയി. ഓക്കെ, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചിങ് മൊമെൻറ്റം കിട്ടും. ആ ചേഞ്ചിങ് മൊമെൻറ്റം തന്നെയാണ് നമ്മുടെ ഇമ്പൾസ് ഇമ്പാർട്ടഡ് എന്ന് പറയുന്നത്. ദെർഫോർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following will always be in the direction of net external force acting on the body? അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ചേഞ്ചിങ് മൊമെന്റം തന്നിട്ടുണ്ട്. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? ആസ് പെർ ന്യൂട്ടൺസ് ലോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F = ma ആണ് അല്ലേ. F = ma ആണ്. അപ്പോൾ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫോഴ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ ഏതാണ്? ആക്സിലറേഷൻ ആണ് അല്ലേ. എങ്ങനെ ആക്സിലറേഷൻ ആവുന്നത്? നമുക്കറിയാം എന്താണ്? F = ma ആണെന്ന് നമുക്കറിയാം. ഇവിടെ മാസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം മാസ് കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ അതിന്റെ ഫോഴ്സിന് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ആയത് ഏതാണ്? അതിന്റെ ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയില്ലേ?
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫിസിക്കൽ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് ബോഡി. ഒരു ബോഡിയുടെ ഇനേർഷ്യ മെഷർ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇനേർഷ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇമ്പൾസ് ആണോ? അല്ല. ഫ്രിക്ഷൻ ആണോ? അല്ല. പിന്നെ ഏതാണ്? ഓൾ ഓഫ് ദ അബോവ്? അല്ല, ഒരിക്കലും അല്ല, അല്ലേ? അപ്പോൾ ഇനേർഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇനേർഷ്യൽ മാസ് തന്നെയാണ്. ഇനേർഷ്യൽ മാസ് തന്നെയാണ് ഇനേർഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദെർഫോർ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോൾ ഓഫ് മാസ് 0.4 kg starts rolling on the ground 20 meter per second and come to stop after 10 seconds. ഒരു 0.4 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ഒരു ഗ്രൗണ്ടിൽ റോൾ ചെയ്യുകയാണ്. റോൾ ചെയ്യുന്ന സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് കം ടു സ്റ്റോപ്പ് ആഫ്റ്റർ 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് വിച്ച് സ്റ്റോപ്സ് ദ ബോൾ അസ്യൂമിങ് ഇറ്റ് ടു ബി കോൺസ്റ്റന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ത്രൂ ഔട്ട്. അതായത് ആ ഒരു കണ്ടീഷനിൽ തന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ എടുത്ത ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഏത് ഫോഴ്സ് കൊണ്ടാണ്, എത്ര എമൗണ്ട് ഫോഴ്സ് കൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഫോഴ്സ് ആണ്, അല്ലേ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ നോട്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, 0.4 kg ആണ് മാസും തന്നിട്ടുണ്ട്. വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി എന്താണ്? നമുക്കറിയാം, എന്താണ്? അവിടെ സ്റ്റോപ്പ് ആവണം ബോഡി, അല്ലേ? സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം പീരീഡ് 10 സെക്കൻഡ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാസ് കംപ്ലീറ്റ് എടുത്ത് എഴുതുക. അത് SI യൂണിറ്റിൽ അല്ല എന്നെങ്കിൽ അതിന് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F = ma ആണ്. ഇവിടെ മാസ് അറിയാം, ആക്സിലറേഷൻ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും അറിയാം. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈം പീരീഡും അറിയാമെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ്, അല്ലേ? ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താ? ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്, അല്ലേ? ടൈം പീരീഡ് എത്രയാ? 10 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് എത്ര കിട്ടും? -20/10 എന്ന് പറയുന്നത് -20/10 -2 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടി. മാസിൻ്റെ വാല്യൂ നമുക്കറിയാം 0.4 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ കിട്ടിയിട്ടുള്ളത് -2 ആണ്. M എന്ന് പറയുന്നത് 4 ആണ്, സോറി 0.4 ആണ്. 0.4 kg ആണ് നമ്മളെ മാസ്. ദെർഫോർ F എന്ന് പറയുന്നത് എന്തായിരിക്കും? ma ആണ്, അല്ലേ? ദാറ്റ് ഈസ് 0.4 × -2 is equal to -0.8. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂട്ടൺ ആണ് നമ്മളെ അവിടെ ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നേക്കുന്ന ഡാറ്റാസ്, നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ ആൻസർ അതിലേക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SI യൂണിറ്റിലേക്ക് കംപ്ലീറ്റ് യൂണിറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. SI യൂണിറ്റിനെ അല്ല തന്നതുണ്ടെങ്കിൽ കംപ്ലീറ്റ് യൂണിറ്റിനെയും SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്ലെയിൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ 3 ലോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ലോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സെക്കൻഡ് ലോ പറയുന്നത്? The time rate of change of momentum of a body is proportional to the resultant force acting on the body. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലോ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് M thrown vertically up with a velocity v. It returns back to the thrower with the same velocity. ഓക്കെ, ഒരു M മാസുള്ള ഒരു ബോഡി v വെലോസിറ്റിയിൽ ഒരാൾ എറിഞ്ഞു. അത് തിരിച്ച് സെയിം വെലോസിറ്റിയിൽ തന്നെ തിരിച്ചു വന്നെങ്കിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ചേഞ്ചിങ് മൊമെൻറ്റം എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൊമെൻറ്റം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട്? ഒരു ബോള്, എറിയുന്ന ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അത് തിരിച്ച് അതേ ഇതിൽ തന്നെയാണ്, അതേ മാസുള്ള ഇത് അതേ വെലോസിറ്റി തന്നെ റിട്ടേൺ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ചേഞ്ചിങ് മൊമെൻറ്റം ആണ്. ചേഞ്ചിങ് മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ അല്ലേ, ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് ഫൈനൽ മൊമെൻറ്റം ആണ്. Therefore ഇവിടെ നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി, എം വി ആണ് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. എം ഇൻറ്റു വി ആണ് നമ്മുടെ ഇനീഷ്യൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഇനീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു വി ആണ് അല്ലേ, മാസ് ഇൻറ്റു വെലോസിറ്റി. പി ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ, ദാറ്റ് ഈസ് എം ഇൻറ്റു വി തന്നെയാണ്. പി ഫൈനൽ എന്ന് പറയുന്നതും എം ഇൻറ്റു വി തന്നെയാണ്. Therefore നമുക്കിവിടെ ചേഞ്ചിങ് മൊമെൻറ്റം എന്തായിരിക്കും? പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ, ദാറ്റ് ഈസ് എം വി മൈനസ് എം വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ചേഞ്ചിങ് മൊമെൻറ്റം എന്താണ്? 0 ആണല്ലേ. ചേഞ്ചിങ് മൊമെൻറ്റം 0 ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിക്കുക, ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിക്കുക. അത് അതായത് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് മൊമെൻറ്റം കിട്ടും. ഇവിടെ ചേഞ്ച് മൊമെൻറ്റം നമുക്ക് കിട്ടിയേക്കുന്നത് 0 ആണ്. 0 ആണെങ്കിൽ ചേഞ്ച് മൊമെൻറ്റം 0 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 6th ചാപ്റ്ററിൽ, ഓക്കെ 3rd ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള മിക്ക പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 6th ചാപ്റ്റർ ആയിട്ടുള്ള വർക്ക് എനർജി പവർ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വാല്യൂ ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 6th പവർ എന്ന് പറയുന്നത്. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The work done in compressing spring by a distance x is W. Work done in compressing it by distance 2x from beginning will be. ഓക്കെ, നമുക്ക് ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ വേണ്ട വർക്ക് W ആണ് എങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തൊട്ട് ഫ്രം ബിഗിനിങ്, ആ പോയിന്റ് മറക്കരുത്, ഫ്രം ബിഗിനിങ് തൊട്ട് അതിനെ 2x ഡിസ്റ്റൻസിൽ കംപ്രസ് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് സ്പ്രിങ്ങിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ? എന്താണ്? ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ വേണ്ട വർക്ക് ഡൺ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് അല്ലേ, എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ എക്സ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കംപ്രസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്ക് ഡണിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, W ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഫ്രം ബിഗിനിങ്ങിൽ അതിനെ 2x ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ എത്രയായിരിക്കും, അല്ലെങ്കിൽ അത് ഈ വർക്ക് ഡണിനെ അപേക്ഷിച്ച് അതിൻ്റെ വാല്യൂ എത്ര മടങ്ങായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2x മൈനസ് എക്സ് ആണ് അല്ലേ, 2x മൈനസ് എക്സ് ആണ്. കാരണം ഫ്രം ബിഗിനിങ്ങിൽ ഓൾറെഡി എക്സിൻ്റെത് നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് അതിൻ്റെ ബിഗിനിങ്ങിൽ നിന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore നമ്മുടെ ആൻസർ എങ്ങനെ വരും? ആൻസർ എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് കേസിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 2x സ്ക്വയർ. 2x ഡിസ്റ്റൻസിൽ വേണ്ടത് 2x സ്ക്വയർ മൈനസ് ഓൾറെഡി എക്സും കൂടെ ഉണ്ട് അവിടെ. Therefore എക്സും കൂടെ കുറയ്ക്കേണ്ടതുണ്ട്, മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പം എൻ്റെ ആൻസർ എന്ത് കിട്ടി? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 3x സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, 3x സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നമുക്കറിയാം ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? W ആണെന്ന് അറിയാം. പിന്നെ ഒരു 3 ആണ് ഇവിടെ എക്സ്ട്രാ വരുന്നത് അല്ലേ. Therefore 3 ഇൻറ്റു W ആയിരിക്കും ആൻസർ. ക്ലിയർ ആയില്ലേ? 3 ഇൻറ്റു W ആയിരിക്കും നമ്മുടെ ആൻസർ. Therefore നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ്, 3W. ഓക്കെ, മനസ്സിലായില്ലേ? ഫസ്റ്റ് കേസിൽ ഹാഫ് കെ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ W ആയിട്ടാണ് എടുത്തത് അല്ലേ. സ്പ്രിങ്ങിൻ്റെ വർക്ക് ഡണിൻ്റെ വാല്യൂ W ആയിട്ടാണ് എടുത്തത്. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടിയത് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ ഇൻറ്റു 3 ആണ് അല്ലേ, അല്ലെങ്കിൽ ഹാഫ് കെ 3x സ്ക്വയർ ആണ് കിട്ടിയത്. ഈ ഒരു വാല്യൂ W ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 3 ഇൻറ്റു W എന്ന് കിട്ടി.
ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 hard ball collide with one of them is at rest. അതായത് 2 ഹാർഡ് ബോൾ ഉണ്ട്, ഒന്ന് റെസ്റ്റിലിരിക്കുകയാണ്, മറ്റേത് വന്ന് അതിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ബോത്ത് ഓഫ് ദം റിമൈൻ റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. അതായത് കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടും റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വൺ ഓഫ് ദം റിമൈൻ റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. അതിൽ ഒന്നെങ്കിലും കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റിലായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? രണ്ടും റെസ്റ്റിലിരിക്കുമോ? കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടും റെസ്റ്റിൽ തന്നെ ഇരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇരിക്കുമോ? ഇല്ല, ഇരിക്കൂല അല്ലേ? നമ്മൾ കൊളിഷൻ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ബിഫോർ ദ കൊളിഷനുള്ള മൊമെൻറ്റും ആഫ്റ്റർ ദ കൊളിഷനുള്ള മൊമെൻറ്റും ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ അതായത് നമുക്ക് ഇനീഷ്യലി ഒരു മൊമെൻറ്റം ഓൾറെഡി ഉണ്ടാവും, കാരണം ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ രണ്ടും കൊളിഷൻ കഴിഞ്ഞ ശേഷം റെസ്റ്റിലിരുന്നാൽ അവിടുത്തെ മൊമെൻറ്റം 0 ആണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റം കൺസർവേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, 2 ബോഡി തമ്മിൽ, ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയായിരിക്കോട്ടെ, 2 ബോഡി മൂവ് ചെയ്യുകയായിരിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവർ കൊളൈഡ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ബോഡിയെങ്കിലും മൂവ് ചെയ്യണം. 2 ബോഡിയും റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം അത് എന്തിന് ഓപ്പോസിറ്റാണ്? നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. ദെർഫോർ അത് പോസിബിൾ അല്ല. ആഫ്റ്റർ ദ കൊളിഷൻ അറ്റ്ലീസ്റ്റ് ഒരു ബോഡിയെങ്കിലും മൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരിക്കലും നമുക്ക് ചേഞ്ചിങ് മൊമെൻറ്റം 0 ആവാം, അല്ലെങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റോ ഫൈനൽ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കൺസേർവ്ഡ് ആയിരിക്കണം. അത് കൺസേർവ്ഡ് ആയാൽ മാത്രമേ നമുക്കത് കൊളിഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദെർഫോർ ആ ഒരു കാര്യം പോസിബിൾ അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് വൺ ഓഫ് ദം റിമൈൻ റെസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ. ഒന്നെങ്കിലും റെസ്റ്റിലിരിക്കാൻ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പോസിബിൾ ആണ് അല്ലേ? കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ബോളെങ്കിലും മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ബോൾ റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ്റെ എക്സാമ്പിളാണ് ഈ പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിയാവണമെങ്കിൽ 2 ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്തതിന് ശേഷം ഒരു ബോഡിയെങ്കിലും എന്തായിരിക്കണം? മൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബോഡി മാത്രമേ, അറ്റ്ലീസ്റ്റ് ഒരു ബോഡിയെങ്കിലും മൂവ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബോഡി റെസ്റ്റിലിരിക്കുക, ഒരു ബോഡി മൂവ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് പോസിബിൾ ആണ്. 2 ബോഡിയും ഒരുമിച്ച് മൂവ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റും പോസിബിൾ ആണ്. പക്ഷെ 2 ബോഡിയും റെസ്റ്റിലിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, show that the work done by a force on a body is equal to changing kinetic energy. ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അവിടുത്തെ ചേഞ്ചിങ് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആസ് പെർ വർക്ക് എനർജി തിയറം നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇതല്ലേ? ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡണ്ണിന് ഈക്വൽ ആണെന്നുള്ളത് വർക്ക് എനർജി തിയറം അനുസരിച്ച് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യാനാണ്, ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഒബ്ജക്റ്റ്, എം മാസിലുള്ള ഒരു ഒബ്ജക്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഏതാണ്? എം മാസിലൊരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ഓക്കെ, ഇത് ലൈ ചെയ്യുന്നത് ഒരു സ്മൂത്ത് സർഫസിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് നമ്മുടെ ആ ബോഡിയിൽ ആക്ട് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ദാറ്റ് ദ ആക്സിലറേഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആക്സിലറേഷൻ്റെ വാല്യൂ എ ആണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെ ശേഷം ലെറ്റ് ദ ബോഡി മൂവ് വിത്ത് എ വെലോസിറ്റി u. ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ആ ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? u ആണ്. ദെർഫോർ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് s ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അസ്യൂം ചെയ്യാം. അതായത് എം മാസുള്ളൊരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ ഉണ്ടായി. എങ്ങനെ? എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത ആക്സിലറേഷൻ എ ആണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് അറിയാം എഫിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. നമ്മൾ പഠിച്ചതാണ്, ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചതാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എമ്മിൻ്റെ വാല്യൂ അറിയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതാം. അതൊരു ഇക്വേഷനായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കാം.
നെക്സ്റ്റ് നമ്മുടെ മോഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ 3 ഇക്വേഷൻസ് ആണ് മോഷന് പഠിച്ചിട്ടുള്ളത്. അതിൽ തേർഡ് ഇക്വേഷൻ ആണ് v² - u² = 2as അല്ലെങ്കിൽ v² = u² + 2as. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയതാണ്. അപ്പോൾ v² - u² = 2as എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന വാല്യൂവിന് പകരം നമ്മൾ ഇവിടെ കിട്ടിയ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനില്ലേ, ആ ഫസ്റ്റ് ഇക്വേഷൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് f/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ 2നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? ½ ആയി അല്ലേ? അതായത് 2 എന്നുള്ളത് 1/2 ആയി. നെക്സ്റ്റ് എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലുള്ള എം ഇവിടെ എത്തി, ന്യൂമറേറ്ററിൽ എത്തി. therefore ½ m കിട്ടി. ഇൻറ്റു v² - u² = f × s. ക്ലിയർ ആയില്ലേ? അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, ഇവിടെയുള്ള 2നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. therefore 1/2 ആയി. എമ്മിന്, അതായത് ½ mv² എന്ന് പറഞ്ഞ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? therefore ½ × m, ഈ ഡിനോമിനേറ്ററിലുള്ള എം തിരിച്ചങ്ങോട്ടേക്ക് വന്നപ്പോൾ ½ m ആയി. ഇൻറ്റു v² - u² കിട്ടി. ഈസ് ഈക്വൽ ടു, ബാക്കി പിന്നെ അവിടെ എന്താ ഉള്ളത്? എഫ് എസ് മാത്രമേ ഉള്ളൂ അല്ലേ? f × s എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ½ m കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ചേഞ്ചിങ് വെലോസിറ്റി സ്ക്വയർ ആണ്. therefore ½ mv² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. ½ mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി, ½ mu² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. therefore ½ × mv² മൈനസ് ½ അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ½ × mu² ഈസ് ഈക്വൽ ടു f × s എന്ന് കിട്ടി. ഓക്കെ, ½ mv² മൈനസ് ½ mu² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചേഞ്ചിങ് കൈനറ്റിക് എനർജി അല്ലേ? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. therefore ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് കിട്ടി. ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു f × s. f × s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു തിയറം ഇവിടെ പ്രൂവ് ആയില്ലേ? ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്ന അത് നമ്മൾ സോൾവ് ചെയ്തു. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ബോഡി അസ്യൂം ചെയ്തതാണ്. എന്താണ്? അതായത് m മാസിലുള്ളൊരു ബോഡി u ഇനീഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. നെക്സ്റ്റ് അത് ഒരു സ്മൂത്ത് സർഫസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡെവലപ്പ് ചെയ്ത ആക്സിലറേഷൻ എ ആണ്. എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തപ്പോഴാണ് മൂവ്മെൻറ്റ് ഉണ്ടായത്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി യുവും അത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എസ്സും ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് ജസ്റ്റ് f = m എന്ന ഇക്വേഷനിൽ നിന്ന് ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. നമ്മുടെ തേർഡ് ലോ ഓഫ് ഇക്വേഷനിൽ തേർഡ് മോഷൻ്റെ തേർഡ് ഇക്വേഷൻ, യൂണിഫോം മോഷൻ്റെ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ തേർഡ് ഇക്വേഷൻ ആയിട്ടുള്ള ഈ ഇക്വേഷനകത്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനെ സോൾവ് ചെയ്ത് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്ന അതിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചേഞ്ചിങ് കൈനറ്റിക് എനർജി വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram collide with a block of wood mass at 1 kg kept at a rest with the initial velocity 100 m/s. Get embedded in it. അതായത് 10 gram മാസുള്ളൊരു ബുള്ളറ്റ് 1 kg മാസുള്ളൊരു ബ്ലോക്ക്, വുഡൻ ബ്ലോക്കിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? സ്ട്രൈക്ക് ചെയ്യാണ്, കൊളൈഡ് ചെയ്യുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി 100 m/s ആണ്. ഓക്കെ, അതിനുശേഷം അത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ വന്നിട്ടാണ് കൊളൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ, ദ വെലോസിറ്റി ഓഫ് സിസ്റ്റം ആഫ്റ്റർ കൊളിഷൻ. കൊളിഷന് ശേഷമുള്ള വെലോസിറ്റി, അതായത് ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളിഷൻ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ. ബിഫോർ ദ കൊളിഷനും ആഫ്റ്റർ ദ കൊളിഷനും കൈനറ്റിക് എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് ദ കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്ത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എനർജി ലോസ് ഇൻ ദ കൊളിഷൻ. കൊളിഷനിലുണ്ടായ എനർജി ലോസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാസ് ഓഫ് ദ ബുള്ളറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10 gram ആണ്. പക്ഷെ നമുക്ക് SI യൂണിറ്റിലാണോ കിടക്കുന്നത്? അല്ല, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. therefore 10 × 10/1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി?
10/1000 ചെയ്യുമ്പോൾ 0.01 kg എന്ന് കിട്ടി. ഓക്കെ, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക, അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദെർഫോർ 0.01 kg എന്ന് കിട്ടി. വുഡൻ ബ്ലോക്കിൻ്റെ മാസാണ് M2. അത് എത്രയാണ്? 1 kg എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി U1 തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ വുഡൻ ബ്ലോക്ക് U2 0 ആണെന്ന് തന്നിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ഫൈനൽ വെലോസിറ്റി V ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിസ്റ്റത്തിൻ്റെ ഫൈനൽ വെലോസിറ്റി V ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അനുസരിച്ച് ബിഫോർ ദ കൊളിഷനും ആഫ്റ്റർ ദ കൊളിഷനും മൊമെൻറ്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പം ദ മൊമെൻറ്റം ആഫ്റ്റർ ദ കൊളിഷനും ബിഫോർ ദ കൊളിഷനും മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും. ദെർഫോർ M1 U1 ഇനീഷ്യലി ഉള്ള മൊമെൻറ്റം M1 U1 ആണ് ഇസ് ഈക്വൽ ടു M1 + M2 × V ആയിരിക്കും. കാരണം ഇവിടെ ഈ മൊമെൻറ്റം മാത്രമല്ല, നമ്മുടെ വുഡൻ ബ്ലോക്കിൻ്റെ മൊമെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. പക്ഷേ വുഡൻ ബ്ലോക്കിൻ്റെ വെലോസിറ്റി 0 ആയതുകൊണ്ട് ആ ടേം മൊത്തത്തിൽ 0 ആയി പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോളിൻ്റെ മാസ് M1 × U1, അവിടെ എന്തും കൂടെ ഉണ്ട്, നമ്മുടെ വുഡൻ ബ്ലോക്ക് ഉണ്ട് അല്ലേ? ദെർഫോർ M2 × U2 എന്ന് എടുക്കാം. പക്ഷെ ഇവിടെ U2ൻ്റെ വാല്യൂ 0 ആണ്, കാരണം വുഡൻ ബ്ലോക്ക് റെസ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തത്തിൽ ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണ് ഇവിടെ M1 U1 എന്ന് എടുത്തത്. അപ്പോൾ M1 U1 is equal to M1 + M2. ആഫ്റ്റർ ദ കൊളിഷൻ രണ്ട് ബോഡി ഒന്നായി അല്ലേ? അത് എംബണ്ട് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് എംബണ്ട് ചെയ്ത് എടുത്തു. ദെർഫോർ M1 + M2 × V എന്ന് കിട്ടി. അപ്പോൾ V എന്ന് പറയുന്നത് എന്താണ്? M1 U1 ഡിവൈഡഡ് ബൈ M1 + M2 എന്ന് കിട്ടി. ഇവിടെ M1ൻ്റെ വാല്യൂ 0.01 ആണ്, അതുപോലെ തന്നെ U1ൻ്റെ വാല്യൂ 100 ആണ്. Therefore divided by, അതായത് 0.01 × 100 ഡിവൈഡഡ് ബൈ 0.01 + 1. 1 ആണ് എന്ത്? നമ്മുടെ വുഡൻ ബ്ലോക്കിൻ്റെ വെയിറ്റ്. ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെ വെയിറ്റ്. അത് കിട്ടി കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.99 m/s എന്ന് കിട്ടി. ഓക്കെ, ഒന്നുമില്ല, 0.01നെ 100 വെച്ച് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാവും ആൻസർ? ഇത് 2 പോയിന്റ് ഇങ്ങോട്ട് വന്നു. Therefore 1 ഡിവൈഡഡ് ബൈ 1.01 എന്ന് കിട്ടി ഇസ് ഈക്വൽ ടു 0.99 m/s എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ആഫ്റ്റർ ദ കൊളിഷനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0.99 m/s ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജി ബിഫോർ ദ കൊളിഷനുള്ള കൈനറ്റിക് എനർജി എന്താണ്? ½ × M1 U1 സ്ക്വയർ ആണ് അല്ലേ? ½ mv² ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. Therefore ½ M1 × U1 സ്ക്വയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കൊളിഷന് മുന്നേയും ശേഷമുള്ള കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ½ × M × V² ആണ്. ബിഫോർ ദ കൊളിഷൻ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ഒന്ന് ബുള്ളറ്റ് മൂലമുള്ളതും 2 വുഡൻ ബ്ലോക്ക് മൂലമുള്ളതും അല്ലേ? രണ്ടും സെപ്പറേറ്റ് ആണ്. Therefore കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് ബിഫോർ ദ കൊളിഷൻ എന്ന് പറയുന്നത് എന്താണ്? ½ × M1 U1 സ്ക്വയർ ആണ്. ഇവിടെ ½ × M1 U1 സ്ക്വയർ ആണ്. അപ്പോൾ ½ × M1ൻ്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? 0.01 ആണ് അല്ലേ? U1 എന്ന് പറയുന്നത് 100 ആണ്. 100 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/100 ആണ് അല്ലേ? 1/100 തന്നെയാണ് 0.01 എന്ന് പറയുന്നത്. Therefore ½ × 1/100 × 100 സ്ക്വയർ. 100 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 100 അല്ലേ? Therefore ഈ 100 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ വരുന്നത് ½ × 100 ആണ്. ½ × 100 എത്രയാണ്? 15 ജൂൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ ആൻസർ, 15 ജൂൾ. ബിഫോർ ദ കൊളിഷൻ ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജി. ഇനി ബിഫോർ ദ കൊളിഷൻ വുഡൻ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ½ × M2 × U2 സ്ക്വയർ. ½ × M2 × U2 സ്ക്വയർ. ഓക്കെ, ഇവിടെ ½ × M2 × U2 സ്ക്വയർ. ½ × M2 എത്രയാണ്? 1. U2 എത്രയാണ്? 0 അല്ലേ? അപ്പോൾ ഈ ആൻസർ എന്തായി? 0 ആയി. Therefore kinetic energy of the wooden block before the collision 0 joule ആണ്. Therefore initial kinetic energy യുടെ വാല്യൂ എന്താണ്? 15 ജൂൾ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ?
നെക്സ്റ്റ് നമുക്ക് ആഫ്റ്റർ ദ കൊളിഷനുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദ കൊളിഷൻ ആ രണ്ട് ബോഡിയും ഒന്നായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദെർഫോർ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു m1 + m2 ഇൻറ്റു വി സ്ക്വയർ അല്ലേ? ഹാഫ് ഇൻറ്റു m1 + m2 ഇൻറ്റു വി സ്ക്വയർ ആണ്. ദെർഫോർ ഇവിടെ ഹാഫ് ഇൻറ്റു m1 + m2 എത്രയാണ്? 1 + 0.01 ഇൻറ്റു v2 എത്രയാണ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എത്രയാ? 0.99 ആണ് അല്ലേ? അപ്പോൾ 0.99 സ്ക്വയർ എന്ന് കിട്ടി. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4851 ജൂൾ എന്ന് കിട്ടി. ഇത്രയാണ് 0.4851 ജൂൾ എന്ന് കിട്ടി. അപ്പം ആഫ്റ്റർ ദ കൊളിഷനുള്ള കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും കിട്ടി, വാല്യൂ കിട്ടി. ബിഫോർ ദ കൊളിഷൻ കൈനറ്റിക് എനർജിയുടെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്? ഈ കൊളിഷൻ ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു കൊളിഷൻ ഇലാസ്റ്റിക് ആവുന്നത് എപ്പോഴാണ്? ഒരു കൊളിഷൻ ഇലാസ്റ്റിക് എന്ന് പറയണമെങ്കിൽ ബിഫോർ ദ കൊളിഷനും ആഫ്റ്റർ ദ കൊളിഷനും കൈനറ്റിക് എനർജി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലേ? അങ്ങനെ ആകുമ്പോഴാണ് ഒരു കൊളിഷൻ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടും സെയിം ആണോ? അല്ലല്ലോ, രണ്ടിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി 15 ജൂളും ഫൈനൽ കൈനറ്റിക് എനർജി 0.4851 ജൂളുമാണ് തന്നിട്ടുള്ളത്. ദെർഫോർ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കാരണം എന്താണ്? ബിഫോർ ദ കൊളിഷനും ആഫ്റ്റർ ദ കൊളിഷനും കൈനറ്റിക് എനർജി എന്തല്ല? സെയിം അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കാൽക്കുലേറ്റ് ദ എനർജി ലോസ്റ്റ് ഇൻ കൊളിഷൻ. ആ കൊളിഷനിലുണ്ടായ എനർജി ലോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനർജി ലോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ചെയ്യണം. ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഫൈനൽ കൈനറ്റിക് എനർജി 0.48 ഇനീഷ്യൽ കൈനറ്റിക് എനർജി ലോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ചെയ്യണം. ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് 15 മൈനസ് 0.481. 15 മൈനസ് 0.4851 is equal to 49.5149 ജൂൾ. 49.5149 ജൂൾ ആണ് അവിടെ ഉണ്ടായ എനർജി ലോസ്. ആ എനർജി ലോസിന് എന്താണ് സംഭവിച്ചത്? അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഈസ് കൺവേർട്ടഡ് ടു അതർ ഫോം ഓഫ് എനർജി ലൈക്ക് ഹീറ്റ്, സൗണ്ട് ആൻഡ് ഡിഫോർമേഷൻ ഓഫ് വുഡൻ ബ്ലോക്ക്. ഒന്നെങ്കിൽ അത് ആ എംബേൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് എംബേൺ ചെയ്യുന്ന സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ വുഡൻ ബ്ലോക്കിൻ്റെ ഡിഫോർമേഷന് വേണ്ട വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായ എനർജി ലോസിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയില്ലേ ഒരു ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കൊളിഷൻ്റെ ഭാഗത്ത് തന്നെയാണ്. ദെർഫോർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 9th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസസ് ദ ലിക്വിഡ്. ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്, ഒന്ന് അതിൻ്റെ തന്നെ വെയിറ്റ് ആയിരിക്കും. 2 മോർ ദാൻ ഇറ്റ്സ്, ഒന്ന് അതിൻ്റെ കൂടുതലായിരിക്കാം. 3rd ഓപ്ഷൻ ലെസ് ദാൻ ഇറ്റ്സ് ഓൺ വെയിറ്റ്, അതിൻ്റെ വെയിറ്റിനേക്കാളും കുറവായിരിക്കാം. 4th ഓപ്ഷൻ 5 ടൈംസ്. ഓക്കെ, നമുക്കറിയാം ആസ് പെർ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു ലിക്വിഡിലേക്ക് നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ സബ്മേർജ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ദെർഫോർ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇറ്റ്സ് ഡിസ്പ്ലേസസ് ദ ലിക്വിഡ് ഈക്വൽ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. അതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ലിക്വിഡ് തന്നെയാണ് അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സർഫസ് ടെൻഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോർമുല. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ലിക്വിഡ് സർഫസിൽ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ദാറ്റ് കോസ് ദ സർഫസ് ടു ഹാവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആൻഡ് മിനിമൈസ് ദ സർഫസ് ഏരിയ. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആയിട്ട് മാറുകയും അതിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്ന അതിൻ്റെ സർഫസിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ വരുന്നത് S=F/L ആണ്. എന്താണ്? F/ ലെങ്ത്, ഫോഴ്സ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ് സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എഫിൻ്റെ ഇക്വേഷൻ എന്താ? MA ആണ്. ആൻഡ് അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ L ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം MLT⁻⁻1 ആണ്. ദെർഫോർ ബൈ L എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ കിട്ടും. ദാറ്റ് ഈസ് MT⁻². സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കറിയാം സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ലെങ്ത് ആണ് അല്ലേ? ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? MLT
ടി റേസ് ടു -2. അത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഡിവൈഡഡ് ബൈ എം. എല്ലും ക്യാൻസൽ ചെയ്ത് പോയി. ഇസ് ഈക്വൽ ടു എം ടി റേസ് ടു -2 എന്ന് കിട്ടി. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ എന്താണ്? എം ടി റേസ് ടു -2. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. A water flows steadily through a pipe of varying bore. If the velocity of flow of water is 2 meters per second, where its diameter is 0.2 meter. Find the velocity of flow of water where the diameter is 0.1 meter. അതായത് വാരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പിലൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്യുന്ന അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമീറ്റർ 0.2 മീറ്റർ ഉള്ള ആ സെക്ഷനിൽ അതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. 0.1 ഡയമീറ്റർ ഉള്ള സെക്ഷനിൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്ന് അറിയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? വാരിയിങ് ക്രോസ് സെക്ഷനിലുള്ള അതിലൂടെ മൂവ് ചെയ്യുന്ന ഫ്ലോയിൻ്റെ റിലേഷൻ, അതായത് ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ തരുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? A1V1 is equal to A2V2 ആണെന്ന് നമുക്കറിയാം. A2V2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് ഏരിയ ആണോ? അല്ല, ഡയമീറ്റർ ആണല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ഏരിയയും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് πr² ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ സ്ക്വയർ ഫംഗ്ഷൻ ആണ് അല്ലേ? therefore A2/A1 എന്ന് പറയുന്നത് D2/D1 സ്ക്വയർ ആണ്. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഏരിയയും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ്. എ എന്ന് പറയുന്നത് πr² ആണ്. ഏരിയ എന്ന് പറയുന്നത് πr² ആണ് അല്ലേ? πr² ആണ്, അല്ലെങ്കിൽ π × D/2² ആണ്. ഓക്കെ, അപ്പോൾ ഏരിയയും ഇതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് D² ഫംഗ്ഷനാണ് ഏരിയ എന്ന് പറയുന്നത്. therefore A2/A1 എന്ത് കിട്ടും? D2/D1 സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ആസ് പെർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം A1V1 is equal to A2V2 ആണെന്ന് നമുക്കറിയാം. A1V1 is equal to A2V2 ആണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? V2 ആണ് അല്ലേ? V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore V2ൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി? A1V1 ഡിവൈഡഡ് ബൈ A2 എന്ന് കിട്ടി. എന്താണ്? A1V1 ഡിവൈഡഡ് ബൈ A2 എന്ന് കിട്ടും അല്ലേ? V2യുടെ ഇക്വേഷൻ A1V1 ഡിവൈഡഡ് ബൈ A2. അതിനെ A1/A2 ഒറ്റ ടേം ആയിട്ട് നിർത്തി. therefore A1/A2 ഇൻറ്റു V1 എന്ന് കിട്ടി. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A1/A2 എന്ന് പറഞ്ഞാൽ എന്താ? D2/D1 ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു V1 എന്ന് കിട്ടി. വാല്യൂസ് നമ്മൾ കൊടുത്തു. therefore D2ൻ്റെ വാല്യൂ 0.2 ആണ്, D1ൻ്റെ വാല്യൂ 0.1 ആണ്. ഹോൾ സ്ക്വയർ ഇൻറ്റു 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 0.2/0.1 എന്ന് പറയുന്നത് 0.2 തന്നെയാണ്. 0.2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. therefore 2 × 2 is equal to 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഏരിയ എന്നുള്ളതല്ല നമുക്ക് തന്നത്, ഡയമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഏരിയയുടെ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. F is equal to minus of eta into A into dV/dx ആണ്. ഇവിടെ ഈറ്റയാണ് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി വരുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CGS സിസ്റ്റത്തിൽ പോയ്സ് ആണ് നമ്മുടെ വിസ്കോസിറ്റിയുടെ കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. 1 പോയ്സ് is equal to 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ആണ് അല്ലേ? കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. എന്താണ്? കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ? ഡിറൈവ്ഡ് ദ ഫോർമുല F × R × A × V. ഓക്കെ, ഇവിടെ എന്താണ്? F എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എഫിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈറ്റ × A × dV/dx. അപ്പോൾ ഈറ്റ എന്തായിരിക്കും? ഈറ്റ ഈസ് ഈക്വൽ ടു F × R × A × V അല്ലേ? A × V എന്ന് കിട്ടിയില്ലേ? F ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഈറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഈറ്റ ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ A × V എന്ന് കിട്ടി. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ഏരിയയുടെ ഡയമെൻഷൻ അറിയാം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. ദാറ്റ് ഈസ് ml⁻⁻⁻⁻⁻. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ജസ്റ്റ് എല്ലാ വാല്യൂസിൻ്റെയും
ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക. therefore കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡയമെൻഷൻ ml⁻⁻1 T⁻⁻1 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മോർ എക്സസ് പ്രഷർ? രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ, an air bubble in a water of radius 2 cm. Surface tension of water 727 × 10⁻³ Newton/meter. ഓക്കെ, അപ്പോൾ ഒരു എയർ ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അവിടെയുള്ള സർഫസ് ടെൻഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സോപ്പ് ബബിൾ ആണ്. സോപ്പ് ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, സർഫസ് ടെൻഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എയർ ബബിളിൻ്റെയും സോപ്പ് ബബിളിൻ്റെയും കേസിൽ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചതാണ് എയർ ബബിളിൻ്റെ ഇക്വേഷൻ എന്താണ്? എയർ ബബിളിൻ്റെ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? 2T/R ആണ് അല്ലേ. സോപ്പ് ബബിളിൻ്റെതോ 4T/R ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ആണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. therefore 2T/R ആണ്. ഇവിടെ 2T എത്രയാണ്? ഫസ്റ്റ് കേസിൽ 727 × 10⁻³ Newton/meter ആണ്. therefore 727 × 10⁻³ എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ R, റേഡിയസ് എത്രയാണ്? 2 cm ആണ്. അതിൻ്റെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? therefore 2 × 10⁻². ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. therefore സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 × 2 ക്യാൻസൽ ആയി പോയി. 10⁻³ 10⁻² പോയാൽ ഇവിടെ ഒരു 10⁻⁻1 ആണ് ഉണ്ടാവുക. therefore ഓക്കെ, ഒന്നുമില്ല, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇവിടെ 10⁻² 10⁻³ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 10⁻⁻1 ഉണ്ടാവും. 727 × 10⁻⁷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72.7, അതായത് 727/10 വെച്ചിട്ട് 10⁻1 എന്ന് പറഞ്ഞാൽ 1/10 അല്ലേ, ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് വരും. therefore 72.7 Newton/m² ആണ് എയർ ബബിളിൻ്റെ കേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോപ്പ് ബബിളിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. സോപ്പ് ബബിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4T/R ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ 4T/R ആണെങ്കിൽ സോൾവ് ചെയ്ത് തരാം. 4 × Tയുടെ വാല്യൂ എത്രയാ? Tയുടെ വാല്യൂ 25 × 10⁻³ ആണ്. therefore 25 × 10⁻³ ഓക്കെ, സോറി 10⁻³ ഡിവൈഡഡ് ബൈ R. എത്രയാണ്? 4 cm അല്ലേ. therefore 4 × 10⁻². 4ഉം 4ഉം ക്യാൻസലായി. 10⁻² 10⁻³ ക്യാൻസലായി. അവിടെ 10⁻⁻1. 25 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ 2.5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സസ് പ്രഷർ എവിടെയാണുള്ളത്? എയർ ബബിളിൻ്റെ കേസിലാണ് അല്ലേ. എയർ ബബിളിൻ്റെ പ്രഷറിൻ്റെ വാല്യൂ 72.7 ആണ്, സോപ്പ് ബബിളിൻ്റെ 2.5 ആണ്. therefore ഏറ്റവും കൂടുതൽ പ്രഷർ എക്സസ് ആയിട്ട് വരുന്നത് നമ്മുടെ എയർ ബബിളിൻ്റെ കേസിലാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള മെയിനായിട്ട് എല്ലാ പോർഷൻസും കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള നമ്മുടെ 11th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 0th law of thermodynamics provided the basic concept of. 0th law നമുക്ക് തരുന്നത് എന്തിൻ്റെ കൺസെപ്റ്റാണ്, ഇതിൻ്റെ കൺസെപ്റ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0th law എന്താ പറയുന്നത്? രണ്ട് ബോഡീസ് അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് ഒരു തേർഡ് സിസ്റ്റവുമായിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് രണ്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് നമ്മൾ 0th law പറയുന്നത്. അപ്പോൾ അവിടെ എന്തിൻ്റെ കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്? പ്രഷറാണോ, വോളിയം ആണോ? അല്ല, എന്താണ്? ടെമ്പറേച്ചർ, തെർമൽ ഇക്വിലിബ്രിയം, ടെമ്പറേച്ചറിൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. therefore ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താ? നമ്മളെല്ലാവരും പഠിച്ചതാണ്. പാസ്കൽ ആണോ? അല്ല. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ന്യൂട്ടൺ മീറ്റർ ആണോ? അല്ല. എന്താണ് നമ്മുടെ ഹീറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്? ജൂൾ ഓർ കലോറിയാണ് നമ്മുടെ ഹീറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്. therefore കറക്റ്റ് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് ദാറ്റ് വിച്ച് ക്യാൻ ബി ഡാഷ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രം ഇറ്റ്സ് ഫൈനൽ സ്റ്റേറ്റ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. അതായത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഫ്രം ഇറ്റ്സ് ഫൈനൽ സ്റ്റേറ്റ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ച് റിവേഴ്സ് അല്ലെങ്കിൽ റീട്രേസ് ചെയ്യാം അല്ലേ. റിവേഴ്സ് അല്ലെങ്കിൽ റീട്രേസ് ചെയ്യുന്ന, അതായത് അത് മുന്നോട്ട് പോയ അതേ പാത്തിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ റീട്രേസ് ചെയ്യാൻ പറ്റിയ പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. therefore ഇവിടെ എന്താ വരിക? റീട്രേസ് ആണ് വരുന്നത്. റീട്രേസ് അല്ലെങ്കിൽ റിവേഴ്സ്. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ എന്താണോ അതിൽ നിന്ന് കറക്റ്റ് എടുത്ത് എഴുതുക. റീട്രേസ് അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് ഡാഷ് പ്രോസസ് ഈസ് ദാറ്റ് which cannot be retraced along the same equilibrium state from final state to initial state. അതായത് ഒരു പ്രോസസ്സ് നമുക്ക് ഒരിക്കലും ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റീട്രേസ് ചെയ്യാൻ പറ്റാത്ത പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് അല്ലേ? ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് നമുക്കൊരിക്കലും ഈ ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത, സെയിം ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ക്ലിയർ ആയാലും ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 0th ലോ ആയിട്ട് ചോദിക്കാം, ഫസ്റ്റ് ലോ ആയിട്ട് ചോദിക്കാം, സെക്കൻഡ് ലോ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ 3 ലോയും പഠിച്ചു വെക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ഈ സ്റ്റേറ്റ് ദാറ്റ് ദ ലോ ഓഫ്, അതായത് മെയിൻലി അതെന്താണ്, നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ്. ഈ സ്റ്റേറ്റ് ദാറ്റ് ചേഞ്ചിങ് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം during a thermodynamic process is equal to sum of the heat given to it and work done on it. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിനകത്തുള്ള ചേഞ്ചിങ് ഇന്റേണൽ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ഹീറ്റ് ഗിവൺ ടു ഇറ്റിൻ്റെയും വർക്ക് ഡൺ ഓൺ ഇറ്റിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്? ഒരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോബാറിക് ആൻഡ് ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഡിഫറൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് അല്ലേ? ഐസോതെർമൽ, ആ പേരിൽ തന്നെ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഡയബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കോൺസ്റ്റന്റ്, അതായത് എനർജി കൺസേർവ്ഡ് ആയിട്ട്, എനർജി ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐസോബാറിക് എന്തായിരിക്കും? ബാർ, പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഐസോബാറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐസോകോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. The total kinetic energy and potential energy of a molecule of a system. ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിനെയും ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയാണ് അല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്താണ്? ഇൻറ്റേർണൽ എനർജി. നെക്സ്റ്റ്, ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു -W. ഇൻഡിക്കേറ്റ് ദാറ്റ് ദ വർക്ക് ഈസ്, അതായത് ഇവിടെ -W എന്ന് പറയുന്നത് ആ വർക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് വർക്ക് ഈസ് ഡൺ ഇൻ ദ സിസ്റ്റം ആണോ, ഓൺ ദ സിസ്റ്റം ആണോ, അല്ലെ സോറി ബൈ ദ സിസ്റ്റം ആണോ, ഓൺ ദ സിസ്റ്റം ആണോ? എന്താണ്? ഓൺ ദ സിസ്റ്റം ആകുമ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് അല്ലേ? ഓൺ ദ സിസ്റ്റം ആകുമ്പോഴാണ് വർക്ക് ഡൺ നെഗറ്റീവ് ആവുന്നത്. ദെർഫോർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺ ദ സിസ്റ്റം ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 11th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ലോസ് ഓഫ് മോഷനിൽ നോക്കി, വർക്ക് എനർജി പവർ നോക്കി, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് നോക്കി, തെർമോഡൈനാമിക്സ് നോക്കി. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പം നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.